സെക്ഷൽ ഹരാസ്മെന്റിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മെന്റലി ഹരാസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒഫീഷ്യലി നമ്മളെ പേപ്പറിലൂടെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്. പാമ്പിനേക്കാൾ പേടി മനുഷ്യരെയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരുപാട് ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു. അതെ അതെ. എന്തുകൊണ്ടാണ് മനുഷ്യരെ ഇങ്ങനെ പേടിക്കുന്നത്? എന്നെ വനംവകുപ്പിൽ നിന്ന് ഓടിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അടിച്ചൊതുക്കാം എന്നുള്ള രീതിയിൽ നല്ലോണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കേരള വനം വകുപ്പ് സ്ത്രീ സൗഹൃദമല്ല എന്നാണ്. മനസ്സിൽ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ പേരിൽ പോലീസ് കേസ് വരെയൊക്കെ ഉണ്ടാക്കിയ സംഭവമാണ്. എൻ്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തന്നെ ഉണ്ടാക്കിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങിയത്. നമ്മൾ ആരും ചുമ്മാ ഒന്നുമല്ല. കണ്ണീരിന് പകരം രക്തം വന്ന അവസരം വരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസ്ഥ വരെയൊക്കെ എത്തിച്ചിട്ടുണ്ട് തന്നെ. നാളെ ഇത് ടെലികാസ്റ്റ് ആകുമ്പോ അവിടെ ഇത് വീണ്ടും കാണുമ്പോ വീണ്ടും ആ ഉപദ്രവം കൂടുന്നുള്ളതില്ല. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. പാമ്പിനേക്കാൾ വിഷമുള്ളവരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കാളെന്നല്ല, പാമ്പൊന്നും ഒന്നുമല്ല. ഇപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാമ്പിനേക്കാൾ പേടി മനുഷ്യരെയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരുപാട് ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു. അതെ അതെ. എന്തുകൊണ്ടാണ് മനുഷ്യരെ ഇങ്ങനെ പേടിക്കുന്നത്? മനുഷ്യരെ പേടി മനുഷ്യനാണ് ഉപദ്രവിക്കുന്നത്. പാമ്പുകൾ അധികം അങ്ങനെ ഉപദ്രവിക്കാറില്ല. കാരണം ഞാനിപ്പോ വനംവകുപ്പിൽ വന്നിട്ട് 8 വർഷം ആവുന്നുണ്ട്. അടുത്ത മാസമാകുമ്പോൾ 8 വർഷമാകും, ഒക്ടോബറിൽ. അപ്പോൾ ഞാനെന്ന വ്യക്തിയെ സമൂഹം അറിയുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ഒരിതുണ്ടാവുന്നത് ഈ സ്നേക്കിനെ റെസ്ക്യൂ ചെയ്തു എന്നതിലൂടെ. ഇപ്പം ഞാൻ ദൂരദർശനിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അധികം ആർക്കും അങ്ങ് അറിഞ്ഞൊന്നും കൂടാ. പക്ഷെ ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്തപ്പോഴാണ് ശരിക്കും ഇപ്പോഴൊക്കെ നല്ലോണം അറിയാം. ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങിയാൽ തന്നെ എല്ലാവർക്കും അറിയാം. എവിടെ പോയാലും എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത്രയും ഞാൻ അറിയപ്പെടുന്നത് ഈ ഒരു ഇതിൽ കൂടിയാണ്. പക്ഷെ അത് എന്തുവാണ്, നമുക്ക് ചുറ്റുമുള്ള പലർക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എനിക്ക് കൂടുതലും അങ്ങനെയാണ് തോന്നിയില്ല. എന്തുവാണ്, അവഗണനയും പരിഗണനയും കിട്ടിയത് സ്ത്രീ ആയതുകൊണ്ടാണ്. അതെ, ഒരുപാട് പരിഗണന കിട്ടുന്ന സ്ത്രീ ആയതുകൊണ്ടാണ്. ഇപ്പൊ രാജഗോപാലെ തന്നെ റെസ്ക്യൂ ചെയ്തത് കേരളത്തില് ഒരു വനിതയും ഇതുവരെ ഫീൽഡിൽ നിന്ന് ചെയ്തിട്ടില്ല, ഇന്ത്യയിലും ചെയ്തിട്ടില്ല. ലോകത്ത് തന്നെ ഇതുവരെ ആരും അങ്ങനെ ഫീൽഡിൽ നിന്ന് റെസ്ക്യൂ ചെയ്തു എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിവ് ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല. ഒരുപാട് ഇങ്ങനെ ചോദിച്ചു, ഒരുപാട് അന്വേഷിച്ചതിൽ ഇതുവരെ ഫീൽഡ് തൊട്ടിട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഫീൽഡിൽ നിന്ന് ഇതുപോലെ റെസ്ക്യൂ ചെയ്തവർ അധികം ആരും ചെയ്തിട്ടില്ല എന്നാണ് അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പോ അതൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ആ അംഗീകാരം കിട്ടിയത്. പക്ഷെ അതുപോലെ പല സ്ഥലത്തും നമ്മളെ സ്ത്രീകളായതുകൊണ്ട് അവഗണിക്കുന്നവരുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേരള വനം വകുപ്പ് സ്ത്രീ സൗഹൃദമല്ല എന്നാണ്. ഇല്ല, സ്ത്രീ സൗഹൃദമൊക്കെയാണ്. പക്ഷെ വനം വകുപ്പ് കുഴപ്പമൊന്നുമില്ല. വനം വകുപ്പിലുള്ള കുറച്ച് ആൾക്കാരാണ് കുഴപ്പം. വനം വകുപ്പ് എന്ന് പറയുന്നത്, എനിക്ക് ജോലി തന്ന, എനിക്ക് ശമ്പളം തരുന്ന എൻ്റെ ഡിപ്പാർട്ട്മെന്റ് സർക്കാരാണ്. അത് അവരെന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷെ അതേ ഞാൻ പറ്റുന്നത് പോലെ ശമ്പളം പറ്റുന്ന ഒത്തിരി ആൾക്കാരാണ് ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നത്. അവരൊരുപാട് പേര് ഒരുപാട് പല രീതിയിൽ, എനിക്ക് തോന്നുന്നു ഞാൻ സർവീസിൽ കയറിയ സമയം മുതൽ ഇതുവരെ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ഏത് തരത്തിലാണ്? മാനസികപരമായിട്ടാണോ, എന്തുവാണ്, സെക്ഷൽ ഹരാസ്മെന്റിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ മെന്റലി ഹരാസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒഫീഷ്യലി നമ്മളെ പേപ്പറിലൂടെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്. മീൻസ് നമ്മളെ തളർത്തുക, മീൻസ് ഏതെങ്കിലും ഒരു അപ്പൊ എല്ലാവരും പറയുന്നത് എന്തുവാണ്, എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ ഒരാൾ നല്ലതായിട്ട് വരുമ്പോൾ അടിച്ചൊതുക്കാൻ ശ്രമിക്കും എന്നുള്ള ആ ഒരു രീതി. അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നെ തളർത്താൻ ശ്രമിച്ചെടുത്തെന്നെല്ലാം ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട്. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റോ വേറെ അങ്ങനെ ഒരു ഇതും എൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നിൽ സത്യം ഉണ്ടെങ്കിൽ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ആ പേടി എനിക്കില്ല. അത് എന്താണ്, ജീവികളോടില്ലാത്തതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും മോശമായി ചെയ്യുന്നൊന്നോ, അല്ലെങ്കിൽ ഞാനൊക്കെ എന്ത് ജോലി പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്നെ ഏൽപ്പിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. എന്നോട് ചെയ്യൂ, നമ്മൾ തരാറില്ല. ഇപ്പൊ സ്ത്രീ ആയതുകൊണ്ട് തരാറില്ല. അപ്പൊ ആണുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ നമ്മളോട് ചെയ്യാൻ പറയാറില്ല. അതേ ഉള്ളൂ എനിക്ക് വിഷമം. നമുക്ക് തരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. അല്ലാതെ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല എന്ന് ഇതുവരെ ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ അങ്ങനെ കുറച്ചിത് വരുന്നു. ഇപ്പൊ എന്നെ ചാനലിൽ കാണുന്നു, എന്നെ പത്രത്തിൽ ഞാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വേറൊരു രീതിയിൽ ഉപദ്രവിക്കാന്ന് പറയുന്നത് അത് ഒരു ചീപ്പായിട്ടുള്ള വിഷമുള്ളവരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കാളെന്നല്ല, പാമ്പൊന്നും ഒന്നുമല്ല. പാമ്പ് പാവമാണെന്ന്. അതെ 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 അതെ.
അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാടൊന്നല്ല. നേരത്തെ ചോദിച്ച പോലെ ഈ ജോലി വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടിച്ചായിരുന്നു. എന്നെ വനംവകുപ്പിൽ നിന്ന് ഓടിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ അടിച്ചൊതുക്കാം എന്നുള്ള രീതിയിൽ നല്ലോണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എന്തുവാണ്, ഞാൻ ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം ഞാൻ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കർമ്മ, അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നെ ഓരോ തവണ അടിച്ച് തളർത്തിയിടുമ്പോഴും ഞാൻ വീണ്ടും എന്താണ് എണീറ്റ് തന്നത്. ഇപ്പൊ ഈ മൂർഖമാമിനെ പിടിച്ച് വൈറലായി കുറച്ച് ഇതൊക്കെ ആയിരുന്ന സമയത്തൊക്കെ എന്താണ് ഒഫീഷ്യലി ഒക്കെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഞാൻ എന്താണ് മനസ്സിൽ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ പേരിൽ പോലീസ് കേസ് വരെയൊക്കെ ഉണ്ടാക്കിയ സംഭവമാണ്. എൻ്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തന്നെ ഉണ്ടാക്കിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കള്ളമാണെന്നൊക്കെ തെളിയിക്കാനും എല്ലാം പറ്റി. പക്ഷെ അതിന്റെ പുറകെ നമ്മൾ മെനക്കെട്ട് കുറെ ബുദ്ധിമുട്ടേണ്ടി വരും. അത് തന്നെയാണ് ആവശ്യം, നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അപവാദം പറയാറുണ്ട്, മോശം പറയാറുണ്ട്. നമ്മളെ സ്ത്രീകളെ എന്തുവാണ്, നമ്മളെ ഏതെങ്കിലും രീതിയിൽ തളർത്താൻ പറ്റിയില്ലെങ്കിൽ അവസാനം നമ്മളെ തളർത്താനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് എന്തുവാണ്, നമ്മളെ കുറിച്ച് മോശം പറയുക. അതെ, അപവാദിക്കുക എന്നുള്ളതാണ്. അപവാദം പറയാറുണ്ട്. അപവാദം പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റും അതും ഇതും ഒക്കെ ഇടാറുണ്ട്. എനിക്കതൊന്നും എൻ്റെ 7 അയലോകത്തൂടെ പോലും എന്നെ ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയേ അല്ല ഞാൻ. ചെയ്യുന്നവര് ചെയ്യും, അത്രേ ഉള്ളൂ. എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു രാജവെമ്പാലെ പിടിക്കുന്ന ഇനി ഒരു അപവാദം പറഞ്ഞു എന്ന് വെച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. എനിക്ക് ആരെ ബോധിപ്പിക്കണം, എന്റെ ഫാമിലിയെ ബോധിപ്പിക്കണം എന്നുള്ള ഒരു ഇതല്ല. അല്ലാതെ ഇപ്പൊ എനിക്ക് ഈ നാട്ടുകാരെ മുഴുവനും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശരിക്കും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ എന്താണ് വെറുതെ കുറെ ബുദ്ധിമുട്ടിക്കാം. രോഷിനി എന്ന സ്ത്രീയെ സമൂഹം ഇത്രത്തോളം ഏറ്റെടുത്തതായിരിക്കുമോ ഇവരുടെയൊക്കെ പ്രശ്നം? ആയിരിക്കണം. അതായിരിക്കും. കാരണം അതിപ്പോ പൊതുവെ ആർക്കായാലും ഉണ്ടാവില്ലേ. ഇപ്പൊ നമ്മള് ഒരു 5 പേര് ജോലി ചെയ്യുമ്പോൾ അതിൽ ഒരാളെ മാത്രം ഒരു ഇതായിട്ട് പറയുമ്പോൾ ബാക്കി 4 പേർക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളൊന്നും ഇതൊന്നും ചെയ്യുന്നില്ലേ എന്ന്. ഞാൻ ഒരാളോട് ഇതുവരെ റെസ്ക്യൂ ചെയ്യരുതെന്നോ പാമ്പിനെ റെസ്ക്യൂ ചെയ്യരുതെന്ന് ഞാൻ എല്ലാവരോടും ചെയ്യണം എന്നാ പറയുന്നത്. നമ്മൾ എൻകറേജ് ചെയ്യുക, ആരെയും മോശക്കാരാക്കുകയോ ആരും ജോലി ചെയ്യുന്നു അങ്ങനെയൊന്നും നമ്മളൊന്നും ആരും ഒന്നും പറയുന്നില്ല. ഞാൻ ഇപ്പൊ നമ്മുടെ കൂടെയുള്ള പെൺപിള്ളേർക്കൊക്കെ ഒരുപാട് പേർക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോ ട്രെയിനിങ് വരുമ്പോ തന്നെ ലൈസൻസ് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക്. എല്ലാവരും ചെയ്യാം, എല്ലാവരും ചെയ്യണം. ഈ പാമ്പ് എന്ന് പറയുന്നത് ഞാൻ വിളിച്ചാൽ മാത്രമല്ല വരുന്നത്, ആര് വിളിച്ചാലും പറ്റുന്നവർ വിളിച്ചാൽ വരും. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പറയോ, ഞാൻ ചെന്ന് വിളിക്കുമ്പോ കൂടെ വരുമെന്ന്, അങ്ങനെയൊന്നും അല്ല. ഞാൻ ചെന്ന് വിളിക്കുമ്പോ വരുന്നതൊന്നും അല്ല ശരിക്കും. ഇതിപ്പോ ആരെ റെസ്ക്യൂ ചെയ്യാൻ പോയാലും വരും, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് അവരുടെ കഴിവാണ്, അവരവരുടെ കഴിവാണ്. ഞാൻ ആരുടെയും ഒന്നും എന്തുവാണ് മോഷണം നടത്തിയിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ഒന്നും അല്ല ഞാൻ ഇതുവരെ എത്തി. എന്റെ കഴിവ് കൊണ്ട് മാത്രം ഞാൻ ഇതുവരെ എത്തി. ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ആ എവിടെയാണോ നിൽക്കുന്നത് അതുവരെ എത്തിയത് എന്റെ സ്വന്തം കഴിവ് കൊണ്ട് മാത്രമാണ്. ഞാൻ വേറെ ആരെയും ഒന്നും പിടിച്ചു വാങ്ങിയിട്ടോ ഒന്നും ചെയ്തതല്ല. അത് എല്ലാവർക്കും ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കുമല്ലോ. അത് എല്ലാവർക്കും ചെയ്യാന്നുള്ള കാര്യമുള്ളൂ. അതിനിങ്ങനെ അതിന് നമ്മളിങ്ങനെ ഉപദ്രവിച്ചടിച്ചൊതുക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. എന്നെക്കാളുമൊക്കെ കഴിവുള്ള എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ അവരാരെയും ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവരങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ വേറെ രീതിയിൽ ഉപദ്രവിക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ. അതൊക്കെ മനുഷ്യരുടെ രോഷിനി ഒരു ആണായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും അല്ലേ? എങ്കിൽ ഇല്ല. കാരണം എന്നെ പോലെ റെസ്ക്യൂ ചെയ്യുന്ന ആണുങ്ങളെ അങ്ങനെ ഉപദ്രവിക്കുന്നില്ലല്ലോ. അവരെ വേറെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. ഞാനൊരു സ്ത്രീ ആയതാണ് അവരുടെ ഒക്കെ പ്രശ്നം. കുഴപ്പമില്ല, അതിപ്പോ വഴിയെ അങ്ങ് മാറിക്കോളും. അതിനൊക്കെ വേണ്ടാന്ന് ഇല്ല, വെക്കാന്നുള്ളത്. ഈ പറയുന്നവരുടെയൊക്കെ വീട്ടില് സ്ത്രീകളുണ്ട്. ഇവരാരും ഇതൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷെ ആ സ്ത്രീകൾക്കൊന്നും ചിലപ്പോ എന്നോടൊരു ബുദ്ധിമുട്ടും കാണൂല. കാരണം അവർക്കറിയാം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം അവർക്കറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും. എന്നെ ഇപ്പൊ നമ്മുടെ വകുപ്പിൽ തന്നെ ആയാലും കുറച്ച് ആൾക്കാരുണ്ട് പല സ്ഥലത്തു നിന്നും മാറ്റി നിർത്തുന്ന, മനഃപൂർവ്വമായി മാറ്റി നിർത്തുന്ന, ഒഴിവാക്കി നിർത്തുന്നൊക്കെ ഇപ്പൊ ഇന്ന് ഇത് എന്നോട് പറയുമ്പോ നാളെ ഇത് ടെലികാസ്റ്റ് ആകുമ്പോ അവരിത് വീണ്ടും കാണുമ്പോ വീണ്ടും ആ ഉപദ്രവം കൂടുന്നുള്ളതില്ലേ? എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ശരിയാണ്, എന്റെ ഭാഗത്ത് സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിപ്പോ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങിയതാ. നമ്മൾ ആരും ചുമ്മാ ഒന്നും അല്ല. ഞാനൊക്കെ PSC 2-3 വർഷമൊക്കെ PSC പോയി. 2 പിള്ളേരെയും വീട്ടിൽ ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. PSC ക്ലാസ്സിന് പോയി. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ഫിസിക്കലിന് വേണ്ടി നമ്മൾ കല്യാണവും കഴിഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ ലോങ് ജമ്പും ഹൈ ജമ്പും ഒക്കെ ചാടാൻ പോകുന്നത്. അപ്പൊ അത്രയും പോയി കഷ്ടപ്പെട്ട് പഠിച്ച് ഇങ്ങനെ ഒരു റാങ്കും കിട്ടി. 9 മാസം ട്രെയിനിങ്ങും ചെയ്ത് അതിലും പോയി കിടന്നത്. കാരണം ഈ കൊച്ചു പിള്ളേരെയൊക്കെ വീട്ടിൽ ഇട്ടിട്ടാണ് നമ്മൾ 9 മാസം മാറി നിന്ന്
വേറെ സ്ഥലത്ത് വീട്ടിൽ പോലും വരാൻ പറ്റാതെ പോയി നിന്ന് അവിടെ പോയി ട്രെയിനിങ്ങും ചെയ്ത് ഈ ജോലി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് വന്ന ജോലിയാ. അപ്പൊ അത് തരുന്ന നമ്മളെ ഏൽപ്പിച്ച സർക്കാരിനോട് നമുക്കൊരു ഇതുണ്ട്, നമ്മൾ വാങ്ങുന്ന ശമ്പളത്തോട് നമുക്കൊരു നീതിയുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാനല്ലാതെ ആരെ ഉപദ്രവിച്ച് പൈസ വാങ്ങുന്നില്ല. എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ഭംഗിയായി ചെയ്യണം എന്നുള്ളത് അത് എന്റെ ഒരു ഇതാണത്. ഞാൻ അങ്ങനെ ചെയ്യും. എന്നെ ഏൽപ്പിക്കുന്ന എന്തായാലും ഞാനത് ചെയ്യും. അതിൽ ഇനി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാനിങ്ങനെ ഇത് പറഞ്ഞു എന്ന് വെച്ചിട്ട് എന്നെ ഇപ്പൊ നാളെ എന്നെ ആരും ചീത്ത വിളിക്കാനൊന്നും പോകുന്നില്ല. അതിലൊന്നും അങ്ങനെയൊന്നും ഞാനൊരു ഇത് വിചാരിക്കുന്നില്ല. കാരണം എന്റെ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട്, കണ്ടു നോക്കിയാൽ അറിയാം. എന്നെ വളരെ മോശം അവസ്ഥകളിലൂടെ കടന്നുപോയപ്പോഴും വന്ന് ഇതുപോലെ ഇന്റർവ്യൂ ചെയ്ത് എന്റെ ഒത്തിരി വീഡിയോസ് വന്നിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഇപ്പൊ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഉണ്ട് എവിടെയൊക്കെയോ ആർക്കൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. മാറ്റി നിർത്തലും ഉണ്ട്. അവര് നിർത്തിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പൊ എല്ലായിടത്തും നമുക്കെല്ലാം കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. എനിക്ക് തരാനുള്ള ആളുണ്ട്, തരുന്നുണ്ട്. അത് പാമ്പിനെ കണ്ട് പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഓലപ്പാമ്പിനെ കണ്ടിട്ട് എന്നുള്ള രീതിക്കാണ്. നമ്മളെ പുറകീന്ന് കുത്തുമ്പോഴാണ് പ്രശ്നം. അങ്ങനെയുള്ളവര് നമ്മളെ നേരിട്ട് ആ രീതിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ പലതും ഒഫീഷ്യലി ഒക്കെ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മൾ ഹർട്ടാവും. സങ്കടപ്പെട്ടിട്ടുണ്ടോ? അയ്യോ, ഇഷ്ടം പോലെ. കണ്ണീരിന് പകരം രക്തം വന്ന അവസരം വരെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസ്ഥ വരെയൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്നെ. പക്ഷെ അതിൽ നിന്നൊക്കെയാണ് ഞാൻ എണീറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പേടിയൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ അതുമായിട്ടൊക്കെ അങ്ങ് ഇതായി. ഇനി എന്ത് വന്നാലും നേരിടാനുള്ള ശക്തി എനിക്കുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും. ഇപ്പൊ നമ്മളിതിപ്പോ എല്ലാം കിട്ടിക്കൊണ്ടേ ജീവിക്കുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇതില്ലെങ്കിൽ അടുത്ത് വേറെ അതിലൂടെ പോയി ഞാൻ ജീവിക്കും. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. എന്നെ വനംവകുപ്പിൽ നിന്ന് ഓടിക്കാൻ വരെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. എന്നെ ഇതിന്ന് പറഞ്ഞു വിടാനായിട്ടൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത വേറെ ജോലി ചെയ്യും. തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും. എനിക്കിപ്പോ അങ്ങനെ എന്നെ ഓടിച്ചു എന്നും പറഞ്ഞ് ഞാൻ പേടിച്ചു പോകുന്ന ആളൊന്നുമല്ല. ഇനി നേരത്തെ പേടിയുള്ളവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ആനയെ പേടിയുണ്ടെന്ന് പറഞ്ഞു. അതെ അതെ അതെ. ആന എങ്ങനെയാണ്? ആന ഓടിക്കാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് രാത്രിയൊക്കെയാ കൂടുതൽ. എനിക്ക് ആനയ്ക്ക് കുറച്ചുകൂടി സ്നേഹമുള്ള ഒരു ജീവിയാണ്. എല്ലാ വന്യജീവികൾക്കും സ്നേഹമുണ്ട്. ആരും അങ്ങനെ ക്രൂരന്മാരായിട്ടുള്ള അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഇവരെല്ലാരും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. അവർക്കെല്ലാം ഒരു സേഫ്റ്റി ബബിൾ ഉണ്ട്. അവരുടെ ചുറ്റും ഇത്ര ഡിസ്റ്റൻസിൽ അവർക്കൊരു സേഫ്റ്റി ബബിൾ ഉണ്ട്. അതിനുള്ളില് നമ്മൾ കയറി ചെന്നാൽ മാത്രമേ ഇവരെല്ലാം നമ്മളെ തിരിച്ച് ആക്രമിക്കാറുള്ളൂ എന്നാണ് നമുക്ക് പൊതുവെയുള്ള നമ്മൾ ഇതുവരെയുള്ള ഒരു ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്ക് വേണ്ടത് ഫുഡും ഷെൽട്ടറും മാത്രമാണ്. ആഹാരം വേണം, എവിടെയെങ്കിലും കിടക്കണം. ഇപ്പൊ നാട്ടുപുറത്ത് വരാനുള്ള കാര്യം വനത്തിനുള്ളിൽ ആഹാരം കുറവാണ്. നാട്ടുപുറങ്ങളിൽ ആഹാരവും ഉണ്ട്, കിടക്കാൻ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് കാടിനേക്കാൾ ഭീകരമായ കാടാണ് നാട്ടുപുറങ്ങളിലുള്ളത്. അപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ ആഹാരവും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാം കൂടുതൽ വരുന്നത് നാട്ടിൽ. അപ്പോൾ ആനയൊക്കെ ഇപ്പൊ ഒത്തിരി പുറത്തോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ആനയെ നമ്മൾ രാത്രി തിരിച്ചോടിച്ച് വിടാറുണ്ട്. അങ്ങനെ പോവാറുണ്ട്. തിരിഞ്ഞോടി വന്നിട്ടുണ്ടോ? മുമ്പ് ഒരിക്കൽ ഓടിച്ചിട്ടുണ്ട്, അന്തം വിട്ട് ഓടിയിട്ടുണ്ട്. കുറെ രണ്ടു വർഷം മുമ്പ് ആറാട്ടിലായിരുന്നപ്പോ തന്നെയാണ്. അത് ആനയൊക്കെ പോകുന്നൊരു വഴിയുണ്ട്. അത് മീൻസ് ആനയെ നമ്മൾ ഓടിച്ചാലും അത് വന്ന വഴി കൂടി, വാനത്താര എന്ന് പറയും, വന്ന വഴി കൂടി അത് തിരിച്ചു പോവുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ അവിടെ നടുക്ക് കയറിന്നിട്ട് അതുവഴി പോകുന്നു പറഞ്ഞിട്ട് അത് പോവില്ല. പിന്നെ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഡേഞ്ചർ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, നമ്മുടെ കൂടെ നമ്മളെ സേഫ് ആക്കി കൊണ്ടുപോകുന്ന നമുക്ക് കൂടെ ആൾക്കാരുണ്ടാവും, നമ്മുടെ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. അവര് നമ്മളെ അത്രയും പ്രൊട്ടക്ട് ചെയ്തൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതെ. ഈ മുള്ളമ്പന്നി, മരപ്പട്ടി അവരൊക്കെ എങ്ങനെയാ? എല്ലാരും പിടിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ. അതെ, മരപ്പട്ടിയൊക്കെ എല്ലാ ദിവസവും മിക്കവാറും കിട്ടാറുണ്ട്. മരപ്പട്ടിയെ ഞാൻ പിടിക്കും. മരപ്പട്ടി കുറച്ച് ഡേഞ്ചർ അല്ലേ? മരപ്പട്ടി ഡേഞ്ചർ അല്ല. മരപ്പട്ടി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അനാവശ്യമായിട്ട് അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവര് ഡേഞ്ചർ ആകും. ഇപ്പൊ ആരായാലും ആയിപ്പോലെ. മരപ്പട്ടി സ്വന്തമായിട്ട് പേയും പ്ലേഗും ഉണ്ടാക്കുന്ന ജീവിയാണ്. കടിക്കും അത്. പക്ഷെ നമ്മളിങ്ങനെ അതിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ കടിക്കുള്ളൂ. നമ്മുടെ നാട്ടിൻപുറത്തെ തട്ടുംപുറങ്ങളിലൊക്കെ ജീവിക്കുന്ന എലിയെ പോലുള്ളൊരു പാവപ്പെട്ട ഒരു ജീവിയാണത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഉപദ്രവിച്ചാലാണത് നമ്മളെ തിരിച്ചല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നേരത്തെ പറഞ്ഞു ഇങ്ങനെ പിടിക്കുക എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും വലിയ സ്വപ്നം. അത് 2 മാസങ്ങൾക്ക് മുൻപ് പോവാണ്. ഇനി അടുത്ത സ്വപ്നം? അതെ, ഇനി അടുത്ത സ്വപ്നമൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് പോകണം. വേറെ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല.
കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ സന്തോഷത്തോടെ പോവുക, അതെ 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 ഇനിയും അതെ അതെ ബോൾഡായ കാര്യങ്ങളെ ഫേസ് ചെയ്യുക. അതെ, വലിയ എന്താണ് ഉപദ്രവമൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജോലി ചെയ്ത് പോകണം എന്നൊരു അങ്ങനെ ഒരു ആഗ്രഹമേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, സമാധാനം വേണം, അത്രേ ഉള്ളൂ. ഞാൻ അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഞാൻ അങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാനൊന്നും ഇഷ്ടമുള്ള ഒരാൾ അങ്ങനെയൊന്നും അല്ല. എനിക്ക് രാവിലെ എണീക്കണം, ഓഫീസിൽ പോകണം, കുറെ റെസ്ക്യൂ ഒക്കെ ചെയ്യണം. ഞാൻ പിന്നെ കുറച്ച് ഈ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് വീട്ടിൽ വന്നിരുന്ന്. പിന്നെ പ്രോഗ്രാംസിനൊക്കെ അത്യാവശ്യം ഒരുപാട് സ്ഥലത്തൊക്കെ വിളിക്കാറുണ്ട്, അവയർനെസ് ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്റെ സന്തോഷം. അതെ, അത് അങ്ങനെ പോണമെന്നേ ഉള്ളൂ. അതിനിടയിൽ കൂടി എന്നെ ഉപദ്രവിക്കാതിരുന്നാ മതി. ഞാനായിട്ട് ആർക്കും ഒരു ഉപദ്രവത്തിന് പോവില്ല, നമ്മളാരെയും ഒന്നിനും ചെയ്യുന്നില്ല. ഇതിൽ നിന്നൊന്നും നമുക്കൊന്നും വേറെ ഒന്നും കിട്ടുന്നൊന്നുമില്ല, സന്തോഷം മാത്രമേ കിട്ടുന്നുള്ളൂ. എനിക്കത് മാത്രം മതി. എന്റെ മനസ്സിന്റെ സന്തോഷം, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം. അല്ലാതെ അതിൽ കൂടുതൽ വേറെ ഒരു സംഭവവും വേണ്ട. അന്നന്ന് എന്താണ് സമാധാനമായിട്ട് ജീവിച്ചു പോകണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഇതുവരെ അങ്ങനെ തന്നെയാണ്, കുഴപ്പമില്ല. നമുക്ക് ഫാമിലിയിൽ നിന്ന് അങ്ങനെ വേറെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ അല്ലാതെ ഒഫീഷ്യലി കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് തന്നെയാണ് പോകുന്നത്. എൻ്റെ ഓഫീസിലൊന്നും അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ മുകളിലുള്ളവരായാലും താഴെയുള്ളവരായാലും കൂടെയുള്ളവരായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടൊക്കെയാണ്. കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും മനുഷ്യരെ സൂക്ഷിച്ച് മൃഗങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതെ 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 നന്ദി. അതെ അതെ. താങ്ക് യു.